ഹായ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ തുടങ്ങാണ് കേട്ടോ. ഇന്നിപ്പം 3:30 ആയിട്ടുണ്ട് സമയം. എല്ലാ ദിവസവും 4-നും 5-നൊക്കെ ആണല്ലേ അടുക്കളയ്ക്ക് കയറല്. ഇന്നിപ്പോൾ നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കയറണം, എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചതാ കേട്ടോ. എങ്ങോട്ടാ പോണ്ടത്? ഓട്ടോറിക്ഷ വരുമ്പോൾ അമ്മച്ചിനെ വിളിക്കണം കേട്ടോ. എന്നാൽ ബസ്സിൽ പോവാം. അവിടെ നിൽക്ക്, ഞാനിതിലൊന്ന് പറഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയിൽ ഞങ്ങളിപ്പോൾ ഇന്ന് പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോകണ്ടേ? മിഠായി വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് മിഠായി വാങ്ങാൻ പോകണം. മിഠായി വാങ്ങാൻ ഞങ്ങൾക്ക് പോകണമെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ഇതാ 3:30 ആയിട്ടുണ്ട് കേട്ടോ. സമയം നല്ല വൈകിയിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ലൊരു പണി അങ്ങോട്ട് കിട്ടിയിട്ടോ. അതാണ് വൈകിട്ട് അടുക്കളയ്ക്ക് ഇന്ന് കയറുന്നത്, ഗസ്റ്റ് ഉണ്ടായിട്ടും. അപ്പോൾ ഗസ്റ്റ് ആരാണെന്നൊക്കെ വീഡിയോയിൽ പറയാം. അപ്പോൾ കണ്ടു നോക്കുക, വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ കൈ വിറക്കുന്നു പറയ്. എൻ്റെ ട്രൈപോഡ് കേടായി കിടക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല അടിപൊളി ട്രൈപോഡൊക്കെ വാങ്ങണം. സോനു സുന്ദരനായോ? ഒന്ന് ചിരിക്കി, കളിയാക്കരുതേ. അടിപൊളി. സോനുവിനെ നൈസാക്കിയിട്ട് ഒഴിവാക്കിയതാ കേട്ടോ. കാരണം സോനുണ്ടെങ്കിൽ എനിക്കൊരു പണി നടക്കൂല ഉള്ളൂ. അപ്പോൾ ഫസ്റ്റേ ഞാനിതാ തുടങ്ങാൻ പോവുകയാണ്. ഇതിപ്പോൾ എന്താ അറിയോ, നമ്മളെ വെള്ളഗോതമ്പ് കേട്ടോ. പിന്നെ വിളിക്കുക. സോനു, അമ്മച്ചിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. അമ്മച്ചിക്ക് കുറച്ച് പണിയുണ്ട്. പണി കഴിഞ്ഞിട്ട് പോവാട്ടോ. ഞാനിങ്ങനെ ക്യാമറയിലേക്ക് അറിയാതെ നോക്കി പോകട്ടോ. മൊബൈൽ അവിടെ വെച്ചിട്ട് നമ്മളെ കാണുന്നുണ്ട് ശരിയായ സ്ഥലത്താണ് വെച്ചത്. അപ്പം പിന്നെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കാണുന്ന സമയത്ത് ഒരു അരോചകമായിട്ട് തോന്നും. പക്ഷെ ഇത് അറിയാണ്ട് നോക്കി പോകൂട്ടോ. അല്ലാ, ആരെയാ വിളിക്കുന്ന? ഉമ്മ ആരോ ഫോൺ ചെയ്യുന്ന, ആ ഫോണും തട്ടിപ്പറിച്ചിട്ട് വന്നതാട്ടോ. അപ്പൊ ഇന്നാണ് മുറിയൊക്കെ ഉണങ്ങിയാൽ ഈ മാന് പോകുന്നില്ല. ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ ആളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വിഭവങ്ങൾ അധികം ചെയ്യാനുണ്ട്. കുറേ അധികം പണികളുണ്ട്. പിന്നെ ബീഫ് കട്ട് ചെയ്യാനുണ്ട്, തേങ്ങ ചിരവാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ നമ്മളിപ്പം മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് അടുക്കളയിലേക്ക് വന്നിട്ട് ആ ഗോതമ്പൊന്ന് കഴുകി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, ഗോതമ്പ് വെച്ചിട്ട് അലീസ ഉണ്ടാക്കാനുണ്ട്. പിന്നെ അരി അരക്കാനുണ്ട്. ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ അരി അരക്കാനുണ്ട്. അതിലേക്കുള്ള മസാല ഉണ്ടാക്കാനുണ്ട്. പിന്നെ സമൂസയിലേക്കുള്ള മസാല ഉണ്ടാക്കാനുണ്ട്. ഉന്നക്കായ ഉണ്ടാക്കാനുണ്ട്. പിന്നെ പത്തിരി ഉണ്ടാക്കണം. കോഴി തേങ്ങരച്ച് കറി വെക്കണം. ബീഫ് വരട്ടണം. ചോറ് വെക്കണം. ഉപ്പേരി വെക്കണം. ഇങ്ങനെ എക്സെട്ര പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വെക്കുകയാണ്. പുറത്ത് പോയിട്ട് തീ കത്തിക്കാനുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള വെള്ളം ആദ്യം തന്നെ വെച്ചിട്ടെ. അപ്പോൾ അത് തണിഞ്ഞിട്ടല്ലോ ബാക്കി പണികളൊക്കെ കഴിയുമ്പം. ഇത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അത് വെച്ചിട്ടൊരു കസ്റ്റാർഡ് മറ്റേ നമ്മൾ ഫ്രൂട്ട്സ് സലാഡൊക്കെ ആക്കാൻ പറ്റുമോ നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ കേട്ടോ. ടൈം ഇല്ലെങ്കിൽ അത് ഞാൻ സ്കിപ്പ് ചെയ്യും. പിന്നെ ജ്യൂസൊക്കെ അടിക്കാനുണ്ട്. പിന്നെ ഞാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സംസാരിച്ചുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഉമ്മാനോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളെ കേട്ട് അതും കൂടെ സഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ബീഫ് ഇങ്ങനെ കട്ട് ചെയ്യട്ടെ. ബാക്കി ഓരോന്നോരോന്നായി ചെയ്യുന്നത് കാണാം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഈ സംസാരം ഇതൊക്കെ വെറുപ്പിക്കലാണെന്ന് തോന്നുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ അപ്പോൾ പണികൾ തുടങ്ങാം കേട്ടോ. വെള്ളം ഇനിയും ഉണ്ട്. നമ്മളെ നോമ്പ് തുറക്കാൻ വരുന്ന ടീം ഓൺ ദ വേ ആണ് കേട്ടോ. ഒരു വന്നാൽ പിന്നെ ഞാൻ ഓൺ വോയിസ് നിർത്തും. അപ്പോൾ തേങ്ങ പൊട്ടിക്കട്ടെ കേട്ടോ.
തേങ്ങ പൊട്ടിക്കാൻ എൻ്റെ കത്തി കൊടുപാടുണ്ടല്ലോ. കത്തി ഞാൻ തന്നെ ചിലപ്പോൾ സോന എടുക്കണതിന് അടുപ്പിൻ്റെ മേലെ വെക്കും, ഇല്ലെങ്കിൽ അടുപ്പിൻ്റെ ഉള്ളിൽ താഴെ കൊണ്ടുപോയി വെക്കും കേട്ടോ. സോന കുടിച്ചിട്ട് ഇനിയും വെള്ളമുണ്ട് കണ്ടോ, വലിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ തീർന്നു, ഇനിയിപ്പോൾ രണ്ടാമത് ചെയ്ത് വെച്ചിട്ട് വേണം. അപ്പോൾ ചിരകി വെക്കുമ്പോൾ ഒരാഴ്ചക്കൊക്കെ ഉള്ളതൊക്കെ കേട്ടോ ചെയ്ത് വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും കറിയിലേക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും അതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ചിരകിയെടുക്കാം. ഇത് ഞാനിങ്ങനെ ആവശ്യത്തിന് ഫിറ്റ് ചെയ്യാം, ചിലവ പിന്നെ ഊരി വെക്കുക ഒക്കെയാണ് കേട്ടോ. ഈ സോനും അതും എടുത്തും കൊണ്ട് ഓടും, അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ള സമയത്ത് ഫിറ്റ് ചെയ്യാതാ ചെയ്യാം. കുറേ സമയമായി ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുകയാണ് പറഞ്ഞു. പ്രധാനപ്പെട്ട സംഭവത്തിൽ ഒരു വെള്ളത്തിൽ വെച്ചില്ല അരി. അപ്പോൾ ഇന്ന് ഞാൻ ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ല, അവരെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളെ നല്ലപ്പച്ചിയും സാജിമയും. ഇത് എൻ്റെ ഉമ്മയും സ്റ്റെപ്പ് ഫാദറുമാണ് കേട്ടോ. അവരെ പേരക്കുട്ടിയും കൂടെയാണ്. അപ്പോൾ ഇവർ ഇന്ന് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവർ മുന്നിൽ നടന്നു വന്നിട്ടുണ്ട്. നമ്മളെ വഴിയിൽ ഇപ്പോൾ വണ്ടി വരാത്തതുകൊണ്ടേ നടന്നു വരികയാണ്. ബസ്സിന് വന്നിട്ട് താഴെ ഇറങ്ങി നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ നോറ്റി ക്ഷീണിതയായ എൻ്റെ സ്വന്തം മാതാവ് അതാ നടന്നു വരുന്നുണ്ട്. സോനിപ്പോൾ അത് കണ്ട സന്തോഷത്തിലാണ്. ഉമ്മയൊക്കെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം നല്ല മഴക്കുള്ള കോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല ആകാശമൊക്കെ കറുത്തിട്ടുണ്ട്, നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേഗം എന്താക്കട്ടെ, എൻ്റെ ബാക്കി പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോട്ടെ. കറണ്ട് പോയാൽ എനിക്ക് പണിയാവും. അപ്പോൾ ഇവർ വരുമ്പം നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് ലഗേജ് ഉണ്ടാവും കേട്ടോ. പിന്നെ മക്കളാണെങ്കിലും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ അതാ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇതാ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എൻ്റെ അടുത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ നല്ലൊരു പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് ഞാൻ കമ്പിച്ചകിരി ഇട്ടിട്ട് ഉരച്ച് ഫുള്ള് ഉള്ളിൽ ക്ലീൻ ചെയ്തതിന് അതിൻ്റെ സൈഡും കൂടെ ഇട്ടോ. നല്ല പണി അങ്ങനെ പോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളധികം കയ്യിലൊക്കെ യൂസ് ചെയ്യുന്ന ഭാഗത്തുള്ള നല്ലപോലെ പോക്കിയതാ, ബാക്കി കൂടെ പോക്കണം. ഇനി പുറത്ത് തീ കത്തിക്കാനുള്ളൊരു പോക്കാണ്. അങ്ങനെ പിന്നെ ചിക്കനൊക്കെ അവിടെ വെച്ച് പകുതി വേവായതിൻ്റെ ശേഷം ഞാൻ പുറത്തടുപ്പിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഐഫു ആണ്. ഐഫു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ചിക്കൻ വെന്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് മസാലകളൊക്കെ റെഡിയാക്കാൻ പോട്ടെ. ഇതിപ്പം ഞാൻ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം കേട്ടോ. എന്നാലും അവിടെ തീ പിന്നെ ചിക്കൻ ഇറക്കിയതിൻ്റെ ശേഷം അപ്പച്ചമ്പ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണം. സമൂസക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. സമൂസ ഷീറ്റ് വെച്ചിട്ട് സമൂസ പൊരിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ഗ്യാസിൻ്റെ കോലൊന്ന് കണ്ടു നോക്കി. ഇങ്ങനെയാണ് കേട്ടോ, ജഗബോഗായിട്ട് ചെയ്യുമ്പോൾ അവസാനം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ ജ്യൂസ് അടിക്കാനുണ്ട്. അപ്പം ഇനി ഫൈനലായിട്ടുള്ളൊരു സംഭവങ്ങൾ കാണിക്കുക. ഇങ്ങനെ ഓരോന്നുണ്ടാക്കി കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാ ഇവിടെ അലീസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെള്ള ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അലീസ ഗോതമ്പ് വെച്ചിട്ട് തന്നെ. ഇനിയിപ്പോൾ ഇതൊന്ന് വറവിടാനുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറവൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കടികളിലേക്കൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ബീഫ് ഇതാ നല്ലപോലെ ഇങ്ങനെ ഉണക്കി വരട്ടിയിട്ടുണ്ട്. പത്തിരി ഇതാ അവിടെ അടിപൊളിയായിട്ട് ചുട്ട് വെച്ചിട്ട് കാസറോളിലിട്ട് മൂടി വെച്ചിട്ടുണ്ട്, ചൂട് തണിയാതിരിക്കാൻ നമ്മൾ. പിന്നെ ബാക്കി സെറ്റപ്പുകൾ ഓരോന്നായിട്ട് ഇത് അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ വെച്ചത് ഇറച്ചിപ്പത്തിരി, ഉന്നക്കായ ഉണ്ട്, സമൂസ ഉണ്ട്, ജ്യൂസുകളൊക്കെ ഒഴിക്കുകയാണ്. അപ്പം വത്തക്ക ജ്യൂസും മാംഗോ ജ്യൂസും ആണുള്ളത്. സോനും ഐഫും കൂടെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. പിന്നെ പത്തിരിയൊക്കെ നമ്മൾ ഇന്നിപ്പോൾ ഇവരുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇശാ നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ കഴിക്കുക, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുപോയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് വെള്ളവും ജ്യൂസും ഈ ഒരു സ്നാക്സും ആണ് കേട്ടോ.
അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നോമ്പുതറ വിഭവങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഭയങ്കര ആർഭാടാണ് നമ്മളെ സംബന്ധിച്ച്. പക്ഷേ നമ്മൾ ശീലിച്ച് വന്നതുകൊണ്ട് വേറൊരാൾ വരുമ്പം ഇതിൽ നോർമലായിട്ട് എങ്ങനെ ഉണ്ടാക്കുക മോശമല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ഭക്ഷണം വേസ്റ്റ് ആക്കാതെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ കിട്ടാത്ത കുറേ പാവങ്ങൾ ഉണ്ടാവും എന്നറിയാം. അതൊരു കുറ്റബോധമാണ് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പിന്നെ നോമ്പ് തുറക്കാണ്. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട്, പിന്നെ എല്ലാ സ്നാക്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, പിന്നെ എല്ലാവരും മക്കളൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. സോനു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടന്നു ഉഷാറായി. മാഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് തുറയും അൽഹംദുലില്ലാ നമ്മളത് അടിപൊളിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെപ്പോഴും വീഡിയോ ഇടുന്നതിലും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഇന്നലെയൊക്കെ വീഡിയോ ഇട്ടത്. ഓൺ വോയിസ് ഒക്കെ കൊടുത്ത് സംസാരിച്ച് സാധാ നമ്മളെ വീടിൻ്റെ അകത്ത് നടക്കുന്ന പോലത്തെ അത് റിയലായിട്ട് അങ്ങോട്ട് ഇട്ടതാണ്. അങ്ങനെ ഇടുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ആദ്യത്തെ പോലെ ഇടുന്നതാണോ നല്ലതെന്ന് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ഇട്ട് വരാം. ബൈ ബൈ.